ഇന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിലാതിരൊളിയായി മകളേ. അപർണയുടെ ആരാ? സച്ചി, ഞാൻ രമ്യ, അപർണയുടെ ഫ്രണ്ടാ. ഞാൻ അപർണയെ തേടി വന്നതാ. എന്താ സച്ചി ഇത്? സച്ചിക്കറിയില്ല അവളുടെ സ്വഭാവം. സ്നേഹമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു അകൽച്ച മതി അവൾക്ക്. സച്ചിക്ക് കാര്യങ്ങൾ അവളോട് തുറന്നു പറയായിരുന്നില്ലേ? അന്നത്തെ ഒരു സാഹചര്യത്തിൽ സച്ചിക്ക് പോലും എന്നെ മനസ്സിലാകുന്നില്ല. സച്ചിയും കൂടി ചേർന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ. അപർണയുടെ മനസ്സ് വല്ലാതെ നൊന്തിരിക്കും. ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എനിക്കറിയില്ല അവൾ എങ്ങോട്ടാ പോയതെന്ന്. മനസ്സിന് തീ പിടിച്ചാൽ ഇങ്ങനെ ഇവിടെ നിറങ്ങി എവിടെയെന്നില്ലാതെ കുറെ അലിഞ്ഞു തിരിയും. അവൾ ഇറങ്ങി പോകുമ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു. അവൾക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം. എങ്ങോട്ടായിരിക്കും അവള് പോയിട്ടുണ്ടാവുക? എനിക്കൊരു രൂപവും ഇല്ല. മൊബൈലിൽ ഞാൻ കുറെ ട്രൈ ചെയ്തു. ഏതായാലും എനിക്ക് അവളെ കാണാതെ പറ്റില്ല. പോട്ടെ. കുറുപ്പച്ച, കഷ്ടകാലം ഈശ്വരന്മാർക്ക് പോലും ഉണ്ടടോ. കുട്ടിയുടെ ജാതകത്തില് മാത്രല്ലടോ, തറവാടിനെയും എന്തൊക്കെയോ ശാപദോഷങ്ങൾ ഗ്രസിച്ചിരിക്കണു. അതിന് തക്ക ദ്രോഹങ്ങളൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല തിരുമേനി. താനാവണമെന്നില്ലല്ലോ, പൂർവികര് ചെയ്തു കൂട്ടിയാലും മതിയല്ലോ. കൊല്ലും കൊലയൊക്കെ ഉണ്ടായിരുന്ന കാലല്ലേ. ഒരുപക്ഷെ കണക്കറ്റ ഈ സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചു കൂട്ടിയത് സാധുക്കളെ ദ്രോഹിച്ചിട്ടാവും. അതിന്റെ ശാപദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് താനാണെന്ന് മാത്രം. എങ്ങനാ തിരുമേനി ആ ശാപങ്ങളിൽ നിന്നൊന്ന് കരകയറുക? പണം എത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. പണമാണോടോ എല്ലാത്തിനും പരിഹാരം? ചിലതൊക്കെ വന്ന് ഭവിച്ചു നോക്കൂ. ഇപ്പോ
അർഹതയില്ലാത്തൊരാള് തറവാട്ടിലേക്ക് വരാൻ ശ്രമിക്കണു. അത് തടയണം. അപർണ, എന്താടാ, കുറെ നേരമായല്ലോ നീ ഇങ്ങനെ മായാലോകത്തിൽ എന്ന പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പറ്റിയടാ? എടാ ഫ്രാൻസി, ഈ ലോകത്തില് ഒരിക്കലെങ്കിലും ഒന്ന് പ്രേമിക്കണമെന്ന് തോന്നാത്ത ആരെങ്കിലും ഉണ്ടോടാ? തുടങ്ങി. ഇത്രയും കാലം ഞാൻ നിന്നോട് എന്താ പറഞ്ഞോണ്ടിരുന്നത്? ചുരുക്കത്തിൽ നിനക്ക് പ്രേമപ്പനി തുടങ്ങിയോ? പക്ഷേ ഞാനത് അങ്ങോട്ട് തുറന്ന് സമ്മതിച്ചിട്ടില്ല. പിന്നെ ചില സൂചനകൾ. എങ്ങനെയാടാ ഒരു പെണ്ണിനോട് കയറി പെട്ടി തുറന്ന് ഇഷ്ടമാണെന്നൊക്കെ അങ്ങ് പറയുന്നത്? അതും അപർണയെ പോലെ ഒരു പെണ്ണിനോട്. ചേടാ, അവൾ ഒരു താലത്തിൽ ഇഷ്ടം എടുത്തു വെച്ച് നിന്റെ പിന്നാലെ നടക്കുകയല്ലേ, അതിങ്ങ് എടുത്താ പോരെ? അതിനൊരു ധൈര്യം വേണ്ടടാ. അതിനാണോ പാട്? നീ 2 പൂവെടുത്ത് ഒന്ന് ചെവിയിലും ഒന്ന് കയ്യിലും വെച്ച് 2 എണ്ണം വീശിയിട്ട് നേരെ അവളുടെ മുന്നിലേക്ക് ചെല്ല്. ഞാൻ സത്യമാണോ പറയുന്നത്? ഇന്നലെ ഞാൻ അവളെ കണ്ടു. ഇത്രയും നാൾ അവളുടെ മുന്നിൽ എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ ബിഹേവ് ചെയ്യണം, ആകെ ഒരു കൺഫ്യൂഷൻ. റൈറ്റ്. നിന്റെ ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഇതാണ് പ്രേമത്തിന്റെ തുടക്കം. മുട്ടിട്ട് തുടങ്ങിയ പ്രണയം ഒന്ന് വിരിയിച്ചെടുക്കുന്നതിലാ നിന്റെ മിടുക്ക്. അതിനെന്താണ് ഗുരു ഞാൻ ചെയ്യേണ്ടത്? പ്രതിസന്ധികൾ ഉണ്ടാകും, അതിജീവിക്കണം. എതിർപ്പുകൾ ഉണ്ടാകും, അവഗണിക്കണം. ഇരുട്ടടി ഉണ്ടാകും, സഹിക്കണം. പിന്നെ അവളുടെ കഴുത്തിൽ ചാർത്താൻ പാകത്തിലൊരു താലി എപ്പോഴും കയ്യിൽ കരുതി വെക്കുന്നത് നല്ലതാ. ഗുരുവേ, ആ പാദം ഒന്ന് തരുവോ? വാരാനാ. അതിനെന്താ, എന്നോടൊപ്പം വന്നോളൂ ദ്വാരകാ ബാറിലേക്ക്. എടാ, ഇപ്പൊ തന്നെ ആവശ്യത്തിന് മണമുണ്ടല്ലോടാ.
അടുത്ത് നിന്നാ തന്നെ ഫിറ്റാവും. വാടാ, വെറുതെ ഒന്ന് താളം ചവിട്ടാതെ. നിന്റെ സന്തോഷം ഒന്ന് ആഘോഷിക്കട്ടെ. നിന്റെ കൈ കാശുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? 5 സ്റ്റാർ ഹോട്ടലിൽ വേണേലും പോലോ. സുധർമ്മ എന്താ ഒന്നും പറയാത്തെ? അവന് വേണ്ടി ജോലി വരെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് തന്നല്ലേ? പക്ഷെ അതൊക്കെ അവൻ ലാഘവബുദ്ധിയോടുകൂടി തള്ളിക്കളഞ്ഞു. എന്തിനു വേണ്ടി? ഇതിന് ഉത്തരം പറയാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. പൂന്തോട്ടത്തി തറവാട്ടുകാരൻ ഔദാര്യത്തിൽ കഴിയുന്ന ഒരാളായിട്ടല്ല, സ്വന്തം മകനെ പോലെ ഞാൻ അവനെ കരുതിയത്. ആ ഒറ്റ കാരണത്താലാണ് പല കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ട് പോലും അവനെ ഒന്നും ചെയ്യാതെ ഞാൻ വിട്ടത്. എന്താ നിങ്ങൾക്ക് അമ്മാനവാടി കളിക്കാനുള്ളത് എന്റെ മോടെ ജീവിതം? അവൻ മിടുക്കനാണ്, കഴിവുള്ളവനാണ്, നല്ല ഭാവിയുണ്ട്. പക്ഷെ അതൊന്നും എന്റെ മോടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള യോഗ്യത പോലും ആവില്ല. ഒരുപാട് പ്രതീക്ഷകളാണ് എനിക്ക് എന്റെ മകളെ പറ്റി. നാട്ടുകാരെല്ലാം അറിഞ്ഞ ആർഭാടത്തോടെ ആഘോഷത്തോടെ ഒരു കല്യാണം, അല്ലലും അലട്ടലും ഇല്ലാത്ത ഒരു കുടുംബജീവിതം. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നാൽ ഞാൻ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? പറ. സുധർമ്മന് പറഞ്ഞതാ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സുധർമ്മ അതെനിക്കൊന്ന് പറഞ്ഞതാ. ഇനി എന്റെ മോനെ കൊണ്ട് ഈ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവില്ല. എങ്ങനെ? അതിനെന്തുറപ്പു തരാൻ കഴിയും നിനക്ക്? എനിക്കുറപ്പുണ്ട്. ഇനിയും ഇതേ വഴിയാണ് അവൻ സ്വീകരിക്കുന്നതെങ്കിൽ എന്റെ തീരുമാനങ്ങൾ വളരെ കടുത്തതായിരിക്കും. എന്നെ ശപിക്കരുതേ. കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനൊരു മോഹം വളരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഈ തറവാടിനൊരു ചീത്തപ്പേരുണ്ടാവുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ പൊയ്ക്കോട്ടെ. എനിക്കെന്ത് സംഭവിച്ചെന്ന് കേട്ടാലും അങ്ങ് വിഷമിക്കരുത്. എന്താ സച്ചി ഇത്? നേരം എത്രയെന്ന് നിന്റെ വിചാരം? രാത്രി ഇങ്ങനെ ചുറ്റിക്കറങ്ങാതെ നേരത്തെ വീട്ടിൽ വന്നൂടെ? എന്താ അമ്മേ, ഈ പ്രായത്തിലല്ലേ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റൂ? എത്ര നേരെ ആഹാരം വിളമ്പി കാത്തിരിക്കുന്നു. ഞാൻ വന്നെടുത്ത് കഴിച്ചോളായിരുന്നില്ലേ? ഉറക്കം വരുമ്പോ എന്റെ അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയായിരുന്നല്ലോ. ആ പതിവൊക്കെ തെറ്റിച്ചു തുടങ്ങിയല്ലേ? അതൊന്നുമല്ല അമ്മേ, അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചാ. അമ്മയ്ക്ക് മോനൊരു ബുദ്ധിമുട്ടല്ല, മോൻ അമ്മയൊരു ബുദ്ധിമുട്ടാവാതിരുന്നാ മതി. എന്താ അമ്മ ഈ പറയുന്നത്? നിന്റെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ട് പറയാ. ഏതായാലും വന്ന് ആഹാരം കഴിക്കേ.
വേണ്ടമ്മേ, ഞാൻ ഇന്ന് പുറത്തുനിന്ന് കഴിച്ചു. അതൊന്നും എനിക്കറിയണ്ട. നീ ഇന്ന് ഈ വീട്ടിൽ നിന്ന് കഴിച്ചേ പറ്റൂ. ഇനി ഒരിക്കൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച അമ്മ നിന്നെ നിർബന്ധിച്ചത്. ഇവിടെ ഈ വീട്ടിലെ നമ്മുടെ അവസാനത്തെ രാത്രിയായിന്ന്. നാളെ മുതൽ അമ്മ പൂന്തോട്ടത്തിൽ പോകുന്നില്ല. എങ്ങനെ പോകും? മനസ്സിൽ തെയ്യമായി അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. അങ്ങനത്തെ പ്രവൃത്തികളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നേ. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടാവാത്തെ? എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. അതെന്തുകൊണ്ടാന്ന് എന്നോട് പറഞ്ഞൂടെ? എന്നെ കൊണ്ട് പറയിച്ചേ നീ അടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താ നീ അപർണയും തമ്മിലുള്ള ബന്ധം? പറയടാ, എന്ത് ബന്ധമാ നിങ്ങൾ തമ്മില്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഇനി അവളില്ലാതെ ഒരു ജീവിതമില്ല എനിക്ക്. ഉറപ്പാണോ? അങ്ങനെയെങ്കിൽ ആ നിമിഷം മുതൽ അമ്മയുമൊത്തുള്ള ജീവിതം നീ അവസാനിപ്പിച്ചോണം.